ഒരു മുജാഹിദ് മൗലവിമാർ ഇപ്പൊ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ, ഒരു രസം കാണിച്ച് ഇറക്കുക. ഒരു വാദപ്രതിവാദം നടന്നു. മുജാഹിദിന്റെ വലിയ ഹദീസ് പണ്ഡിതന്മാരായ ആളുകൾ അണിനിരന്നു. ഒരു ഭാഗത്ത് സുന്നി ഭാഗത്ത് നിന്ന് ഒരു മരുന്നും കച്ചവടക്കാരുണ്ട്. അവിടെ ആ കൊണ്ടോട്ടിക്കടുത്ത് ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന മരുന്നും കച്ചവടക്കാരുണ്ട്. ആ മരുന്നും കച്ചവടക്കാരനായിട്ടാണ് വാദപ്രതിവാദം ചെയ്തപ്പോ ഈ മരുന്ന് കച്ചവടക്കാരൻ ഞങ്ങളൊക്കെ പരിചയമുള്ള ആളാണ്. അയാൾ ഞങ്ങളെ മുഖാമുഖത്തിലും കണ്ണിനെ മണ്ണിനെ പുസ്തകം നല്ലോണം കേൾക്കും. ഇതിൽ പലപ്പോഴും ഞങ്ങൾക്ക് ഫോൺ ചെയ്യും, സംശയം തീർക്കും. നല്ലൊരു താല്പര്യമുള്ള ആളാണ്. ഒരു നാടൻ മട്ടത്തിലാണ് മൂപ്പര പരിപാടി. റഫീഖ് എന്ന പേര്. അയാള് വാദപ്രതിവാദത്തിനിരുന്നപ്പോ മുജാഹിദിന്റെ വലിയ ഹദീസ് പണ്ഡിതന്മാര് കിതാബിലില്ലാത്തത് മുജാഹിദിന്റെ ആശയം ഒരു മൗലവി എഴുതിയത് ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് നുണ വായിച്ചപ്പോ ഇയാൾ നേരിട്ട് ചെന്ന് പിടികൂടിയാടാ. ഞങ്ങളൊന്ന് കണ്ടോളി വിവരത്തിന്റെ ശക്തി എങ്ങനെയാണ് ഒന്ന് വെച്ചു കൊടുത്ത ആ അബ്ദുൽ മദനി തന്റെ ഫതുഹുൽ ബാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഈ സംഭവം ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം കഴിഞ്ഞിട്ട്, വഫാത്ത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഈ അത്തർ സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ കമാ ഖാല ശാരിഉ ലൈസ ബിഹുജ്ജ. അതൊരു പിന്നെ മാനവിസാൻ ഇവിടെ ഇബാറത്ത് പച്ചക്കള്ളം പറഞ്ഞതാണ് നിങ്ങളെ. അത് ഞങ്ങളുടെ ഫതുഹുൽ ബാരിയിലുണ്ട്. ഞങ്ങൾ എത്തുന്നത് ഏതോ വഹാബി ചോദ്യം കൊടുത്താൽ ഇവിടെ വരണ്ട്. ഇത് അപ്പൊ അതുകൊണ്ട് ഇത് ഇസ്തിഹാദ് ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ സംഭവം ഫതുഹുൽ ബാരി കാണിച്ചു തന്നു. ഇവിടെ തീരുമാനമാക്കാൻ അല്ല. മൂപ്പര് നാടനല്ലേ, മൂപ്പർക്ക് അപ്പൊ തന്നെ തീരുമാനമാക്കണം. വേറെ വർത്താനൊന്നും ഞാൻ നേരിട്ടാണ് ചെല്ലാണ്. മൗലവിമാർ ഇങ്ങനത്തെ ഒരു അലാക്കിലെ അവലും കഞ്ഞി കുടിച്ചത് വേറെ ഉണ്ടാവില്ല ജീവചരിത്രത്തിന്. ഓല് ഞെട്ടിപ്പോയി. കേട്ടോളിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഫതുഹുൽ ബാരി കുട്ടികളുടെ നിങ്ങൾ താടി വെച്ച ആൾക്കാർ വന്നാണ് മറ വയ്ക്ക്. അല്ല അത് നിങ്ങൾ പറയണ്ടേ. നിങ്ങൾ ഫതുഹുൽ ബാരി മോഡൽ നിങ്ങൾ പറഞ്ഞത് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? കണ്ടോ? അപ്പൊ പച്ച നുണ പറഞ്ഞു. അത് കയ്യോടെ പിടികൂടാണ്. അതിനെക്കുറിച്ച് സക്കരിയ സലാഹി പറയുന്നത് ഒന്ന് വെച്ചുകൊടുത്ത. സക്കരിയ സലാഹി മൗലവി ഇത് രണ്ട് ഗ്രൂപ്പാ മുജാഹിദ്. ഞാൻ ഗ്രൂപ്പ് പറയുന്നത് ലക്ഷ്യമില്ലട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല രസമുള്ള വർത്താനൊക്കെ വേറെ പറയാണ്ട്. പക്ഷെ അതല്ല. ഇപ്പൊ ഞാൻ അതിലുണ്ടായ പോലെ വിവരത്തിന്റെ ഒരു ശക്തി നിങ്ങൾ കേട്ടോളൂ. സക്കരിയ സലാഹി പറഞ്ഞത് വെച്ചുകൊടുത്ത. വാദപ്രതിവാദങ്ങളും സമുദായ ഐക്യത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതിനും പോയി കുടുങ്ങിയിട്ട് മാനം കെടുകയും ചെയ്യും. ഇത് ഈ അടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് ഇക്കരിമ്പുലാക്കരും ഈ അബ്ദുസലാസുല്ലമിയും കൂടി ഒരു മരുന്ന് കച്ചവടക്കാരനായിട്ട് വാദപ്രതിവാദം നടത്തി. സാക്ഷാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് അവസാനിപ്പിക്കണല്ലോ. അതാണ് സുല്ലമി, വലിയ ഹദീസ് പണ്ഡിതനാ സുല്ലമി. അയാളെയൊക്കെ തന്നെ തെറ്റിന്നപ്പോ സക്കരിയ പറഞ്ഞ് കളിയാക്കണത് വെച്ചുകൊടുക്ക്. നമ്മളൊക്കെ പള്ളിയിൽ നടക്കല്ലേ. പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ പോലത്തെ ആളുകൾ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്. ഒരു കുട്ടിന്റെ അടുത്തിൽ തെറ്റുപറ്റിയെന്ന് മൂപ്പർ പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തെല്ലാം കേരളത്തിൽ മറച്ചു പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരില്ല. പക്ഷെ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സന്നാസു എന്നോതി കേസറ്റില്ലേ. وإذا مس الناس ضر دعوا ربهم منيبين إليه وإذا مس الناس ضر دعوا ربهم منيبين إليه. ഇതാ മസ്സന്നാസു കേട്ടില്ലേ? ആ കേസറ്റ് ഒന്ന് കേട്ടു നിങ്ങള്. മസ്സന്നാസു മഫൂലല്ലേ? അപ്പൊ മൂപ്പര് തീരുമാനമാക്കാൻ പോവാണ്. പായലും മപ്പൂലും തിരിയാൻ കുട്ടികൾ വിടൂലേ? അതാ രസേ. അതവിടെ നടക്കണതേ. പായലും മപ്പൂലും വിടൂല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതിനെ കുറിച്ച് അലി മദനി എന്ന് പറഞ്ഞ മറ്റേ ഗ്രൂപ്പിൽപ്പെട്ട ആള് ഇയാളെ കുറിച്ച് പറയാണ്. ആരെ കുറിച്ച്? അലി മദനി മൊറയൂര്. ഇയാളെ കുറിച്ച് പറയാ, ഒരു വരിയിൽ 2 തെറ്റ് കൂടാതെ വായിക്കാൻ സക്കരിയക്ക് അറിയോ? ഈ പറഞ്ഞ മൗലവിയെ കുറിച്ച് മറ്റേ മൗലവി വേറെ മൗലവി പറയാ. ഇതിപ്പോ ഇയാൾ അബ്ദുസലാസുല്ലമിയെ പായലും മപ്പൂലും തിരിച്ചാൽ കുട്ടികളെ വിടുവോ എന്ന് ചോദിച്ച സക്കരിയാനെ കുറിച്ച് പറയുന്നത് എന്താ? ഒരു വരിയിൽ 2 തെറ്റ് കൂടാതെ വായിക്കാൻ കഴിയുമോ?
കേട്ടോളൂ നിങ്ങൾ അലി കുണ്ടോട്ടി സംവാദത്തിൽ ഇവരാകെ മുട്ടുമടക്കി എന്ന്. എന്നാ ഞങ്ങൾ സംവാദം നടത്തിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന്. എന്നാൽ ഈ പ്രസംഗത്തിൽ പോലും ആയത്തോന്ന്